മധ്യപൂർവേഷ്യയെ യുദ്ധഭീതിയുടെ നിഴലിലാഴ്ത്തിക്കൊണ്ട് അമേരിക്കയും ഇറാനും തമ്മിലുള്ള നേരിട്ടുള്ള സൈനിക സംഘർഷം പുതിയൊരു തലത്തിലേക്ക് നീങ്ങുകയാണ്. ഇറാന്റെ പരമാധികാര വ്യോമാതിർത്തി ലംഘിക്കാൻ ശ്രമിച്ച അമേരിക്കയുടെ ഏറ്റവും അത്യാധുനിക 5ാം തലമുറ സ്റ്റെൽത്ത് യുദ്ധവിമാനമായ F-35നെ തങ്ങളുടെ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ ഉപയോഗിച്ച് തുരത്തിയോടിച്ചതായി ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു. ഇറാന്റെ തന്ത്രപ്രധാനമായ തീരദേശ നഗരമായ ബന്ദർ അബ്ബാസിന് സമീപമാണ് നാടകീയമായ ഈ ആകാശ പോരാട്ടം നടന്നത്. ഇതോടൊപ്പം പേർഷ്യൻ ഗൾഫിന് മുകളിലൂടെ പറന്ന അമേരിക്കയുടെ അത്യാധുനിക MQ-9 റീപ്പർ ഡ്രോൺ വെടിവെച്ചിട്ടതായും ടെഹ്റാൻ അവകാശപ്പെടുന്നു. ഇറാനിലെ IRGC താവളങ്ങൾക്ക് നേരെ അമേരിക്ക കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയ വ്യോമാക്രമണങ്ങൾക്ക് പിന്നാലെയാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ശത്രുത പുതിയ യുദ്ധമുഖം തുറന്നിരിക്കുന്നത്. തങ്ങളുടെ വ്യോമാതിർത്തിക്കുള്ളിലേക്ക് കടന്നു കയറാൻ ശ്രമിച്ച അമേരിക്കൻ യുദ്ധവിമാനത്തെ ഇറാന്റെ റഡാർ സംവിധാനങ്ങൾ കൃത്യമായി കണ്ടെത്തുകയും പ്രതിരോധ മിസൈലുകൾ ഉപയോഗിച്ച് നേരിടുകയുമായിരുന്നു. ഇറാന്റെ വ്യോമ പ്രതിരോധ നിരയിൽ നിന്നുള്ള ശക്തമായ മിസൈൽ ആക്രമണ ശ്രമം ഉണ്ടായതോടെ അമേരിക്കൻ F-35 വിമാനത്തിന് ദൗത്യം ഉപേക്ഷിച്ച് അതിവേഗം അവിടെ നിന്ന് പിന്തിരിഞ്ഞു പോകേണ്ടി വന്നുവെന്നാണ് IRGC വ്യക്തമാക്കുന്നത്. അമേരിക്കയുടെ അഭിമാനമായ F-35 യുദ്ധവിമാനങ്ങൾ ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച സ്റ്റെൽത്ത് സാങ്കേതിക വിദ്യയുള്ളവയാണ്. അതായത് ശത്രുക്കളുടെ റഡാറുകളുടെ കണ്ണിൽപ്പെടാതെ പറക്കാനുള്ള സവിശേഷത ഇത്തരം വിമാനങ്ങൾക്കുണ്ട്. എന്നാൽ ഇറാന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾക്ക് മുൻപിൽ ഈ സ്റ്റെൽത്ത് സാങ്കേതിക വിദ്യ പരാജയപ്പെട്ടു എന്നതാണ് ഈ സംഭവത്തിലെ ഏറ്റവും നിർണായകമായ വശം. തങ്ങളുടെ റഡാറുകൾക്ക് F-35 വിമാനത്തെ കൃത്യമായി ട്രാക്ക് ചെയ്യാൻ കഴിഞ്ഞുവെന്ന ഇറാന്റെ അവകാശവാദം അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങളെ പോലും വലിയ രീതിയിൽ ആശങ്കപ്പെടുത്തുന്ന ഒന്നാണ്. ഈ നാടകീയമായ ആകാശ ഏറ്റുമുട്ടലിന് തൊട്ടു പിന്നാലെയാണ് പേർഷ്യൻ ഗൾഫ് മേഖലയിൽ വെച്ച് അമേരിക്കയുടെ വിഖ്യാത നിരീക്ഷണ ഡ്രോണായ MQ-9 വെടിവെച്ചിട്ട വാർത്തയും ഇറാൻ പുറത്തുവിട്ടത്. അന്താരാഷ്ട്ര വ്യോമ സുരക്ഷാ നിയമങ്ങൾ കാറ്റിൽ പറത്തിക്കൊണ്ട് ഇറാന്റെ അതിർത്തിക്കുള്ളിലേക്ക് ഈ ഡ്രോൺ നിരീക്ഷണത്തിനായി അതിക്രമിച്ചു കടന്നുവെന്നാണ് ഇറാൻ ആരോപിക്കുന്നത്. കോടിക്കണക്കിന് രൂപ വിലമതിക്കുന്നതും അത്യാധുനിക മിസൈലുകൾ വഹിക്കാൻ ശേഷിയുള്ളതുമായ ഈ അമേരിക്കൻ ഡ്രോൺ തങ്ങളുടെ മിസൈലുകൾ ഉപയോഗിച്ച് പൂർണ്ണമായും തകർത്തതായി ഇറാൻ സൈന്യം സ്ഥിരീകരിച്ചു. തങ്ങളുടെ രാജ്യത്തിന്റെ പരമാധികാരത്തിന് മേലുള്ള കടന്നുകയറ്റങ്ങളെ ഒരു കാരണവശാലും വെച്ചു പൊറപ്പിക്കില്ലെന്ന് ഇറാൻ വാഷിംഗ്ടണിന് കടുത്ത ഭാഷയിൽ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അമേരിക്കയുടെ ഭാഗത്തു നിന്നും വീണ്ടും ഇത്തരം അതിർത്തി ലംഘനങ്ങൾ ഉണ്ടായാൽ അതിശക്തമായ തിരിച്ചടി നൽകുമെന്നും അത് തങ്ങളുടെ നിയമാനുസൃതമായ അവകാശമാണെന്നും ടെഹ്റാൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അമേരിക്കൻ സൈന്യത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഏത് പ്രകോപനത്തെയും നേരിടാൻ ഇറാന്റെ മിസൈൽ വ്യൂഹങ്ങളും വ്യോമ പ്രതിരോധ സേനയും പൂർണ്ണ സജ്ജമാണെന്ന് IRGC തലവൻ വ്യക്തമാക്കി. ബന്ദർ അബ്ബാസ് മേഖല ഇറാനെ സംബന്ധിച്ചിടത്തോളം സൈനികപരമായും സാമ്പത്തികപരമായും അതീവ തന്ത്രപ്രധാനമായ ഒരു കേന്ദ്രമാണ്. പേർഷ്യൻ ഗൾഫിലെ കപ്പൽ ഗതാഗതത്തെ നിയന്ത്രിക്കുന്ന ഹോർമുസ് കടലിടുക്കിന് തൊട്ടടുത്താണ് ഈ പ്രദേശം സ്ഥിതി ചെയ്യുന്നത്. ആഗോളതലത്തിൽ വിതരണം ചെയ്യപ്പെടുന്ന ഇന്ധനത്തിന്റെ വലിയൊരു പങ്ക് കടന്നു പോകുന്ന ഈ മേഖലയിൽ ഉണ്ടാകുന്ന ഏത് ചെറിയ സൈനിക ചലനവും ആഗോള വിപണിയെയും എണ്ണവിലയെയും നിമിഷ നേരം കൊണ്ട് ബാധിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ നടന്ന F-35 വിമാനവുമായുള്ള ഏറ്റുമുട്ടലിനെ ലോകരാജ്യങ്ങൾ കടുത്ത ആശങ്കയോടെയാണ് നോക്കിക്കാണുന്നത്. അമേരിക്കയുടെ ഭാഗത്തു നിന്നും ഈ സംഭവത്തെക്കുറിച്ച് ഔദ്യോഗികമായ പ്രതികരണങ്ങൾ ഇതുവരെ പുറത്തു വന്നിട്ടില്ലെങ്കിലും മേഖലയിലെ സൈനിക ജാഗ്രത US വർദ്ധിപ്പിച്ചിട്ടുണ്ട്. തങ്ങളുടെ സഖ്യകക്ഷിയായ ഇസ്രയേലുമായി ചേർന്ന് ഇറാനെ പ്രതിരോധിക്കാനുള്ള തന്ത്രങ്ങളാണ് വാഷിംഗ്ടൺ ആവിഷ്കരിക്കുന്നത്. എന്നാൽ മിസൈൽ സാങ്കേതിക വിദ്യയിൽ വലിയ മുന്നേറ്റം നടത്തിയിട്ടുള്ള ഇറാനെ നേരിട്ടുള്ള യുദ്ധത്തിലേക്ക് വലിച്ചിഴയ്ക്കുന്നത് മിഡിൽ ഈസ്റ്റിൽ വലിയൊരു പ്രാദേശിക യുദ്ധത്തിന് കാരണമാകുമെന്ന് അന്താരാഷ്ട്ര നിരീക്ഷകർ മുന്നറിയിപ്പ് നൽകുന്നു. കഴിഞ്ഞ കുറച്ചു നാളുകളായി ഇറാന്റെ പിന്തുണയോടെ പ്രവർത്തിക്കുന്ന വിവിധ സായുധ ഗ്രൂപ്പുകളും അമേരിക്കൻ സൈന്യവും തമ്മിൽ സിറിയയിലും ഇറാഖിലും ചെങ്കടലിലും നിരന്തരം ഏറ്റുമുട്ടലുകൾ നടക്കുന്നുണ്ട്. എന്നാൽ ഒരു പ്രോക്സി യുദ്ധത്തിനപ്പുറം അമേരിക്കൻ യുദ്ധവിമാനങ്ങളും ഇറാന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളും നേരിട്ട് കൊമ്പ് കോർക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങിയത് സ്ഥിതിഗതികൾ എത്രത്തോളം സ്ഫോടനാത്മകമാണെന്ന് വ്യക്തമാക്കുന്നുണ്ട്. ഇരുപക്ഷവും തങ്ങളുടെ സൈനിക ശക്തി തെളിയിക്കാനുള്ള മത്സരത്തിലാണ് ഇപ്പോൾ ഏർപ്പെട്ടിരിക്കുന്നത്. ഇറാന്റെ തദ്ദേശീയ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളായ ബവാർ 373, ഗോർദാദ് 15 തുടങ്ങിയവയ്ക്ക് റഷ്യൻ നിർമ്മിത S-400 മിസൈൽ സംവിധാനങ്ങളെക്കാൾ മികച്ച ശേഷിയുണ്ടെന്നാണ് ഇറാൻ അവകാശപ്പെടുന്നത്. F-35 വിമാനത്തെ തുരത്താൻ ഇറാൻ ഉപയോഗിച്ചതും ഇത്തരം തദ്ദേശീയ സാങ്കേതിക വിദ്യകളാണെന്നാണ് സൂചന.
ഈ സംഭവം ആഗോള പ്രതിരോധ വിപണിയിലും വലിയ ചർച്ചകൾക്ക് വഴിവെക്കും. അമേരിക്കൻ യുദ്ധവിമാനങ്ങളുടെ അക്ഷയ്യതയെ ചോദ്യം ചെയ്യുന്ന രീതിയിലാണ് ഇറാന്റെ സൈനിക മുന്നേറ്റം. പേർഷ്യൻ ഗൾഫിലെ ആകാശത്ത് നടന്ന ഈ നാടകീയ സംഭവങ്ങൾ വരും ദിവസങ്ങളിൽ അമേരിക്കയും ഇറാനും തമ്മിലുള്ള നയതന്ത്ര സൈനിക ബന്ധം കൂടുതൽ വഷളാക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. യുദ്ധമില്ലാത്ത ഒരു സമാധാന അന്തരീക്ഷം മിഡിൽ ഈസ്റ്റിൽ കൊണ്ടുവരാനുള്ള അന്താരാഷ്ട്ര സമൂഹത്തിന്റെ ശ്രമങ്ങൾക്ക് ഈ സംഭവം വലിയൊരു തിരിച്ചടിയാണ്. ഇരു രാജ്യങ്ങളും തങ്ങളുടെ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുന്നതിനാൽ വരും ദിവസങ്ങളിൽ പേർഷ്യൻ ഗൾഫ് മേഖലയിൽ കൂടുതൽ ശക്തമായ സൈനിക വിന്യാസങ്ങൾക്കും നയതന്ത്ര ചർച്ചകൾക്കും ലോകം സാക്ഷ്യം വഹിക്കേണ്ടി വരും.